നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു കഥ. ഒരു ഭർത്താവും ഭാര്യയും മക്കളും സുഖമായി കഴിയുകയായിരുന്നു. ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ നാട്ടിൽ മക്കളെയൊക്കെ നോക്കി നല്ലൊരു സിറ്റിയിൽ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. പലപ്പോഴും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിനിടയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ, ചിലപ്പം ചില ആളുകൾക്ക് നമ്മുടെ കൂടെയുള്ളവരെ പറ്റി വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. അവരെന്ത് ചെയ്യും, അവരെന്ത് ചെയ്യില്ല, അവർക്ക് എത്രത്തോളം കഴിവുകളുണ്ട് എന്നുള്ള കാര്യം. ഇത്തരത്തിലൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കഥ. ഈ വീട്ടിലെ ഈ ഭർത്താവ് എപ്പോഴും ഭാര്യയോട് പറയുമായിരുന്നു, അയാളുടെ മരണശേഷം അയാൾ സമ്പാദിച്ച സ്വത്തുക്കളൊന്നും തന്നെ മക്കൾക്ക് ഈ ഭാര്യയുടെ മരണശേഷം അല്ലാതെ അവർ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കരുത് എന്ന്. കാര്യം സ്വന്തം മക്കളാണ്, എന്നാലും കൊടുക്കരുത്, എപ്പോഴും നിൻ്റെ കയ്യിൽ ഒരു പിടിവള്ളി വേണം എന്നയാൾ പറയുമായിരുന്നു. അങ്ങനെ കുറച്ചാൾ മുന്നോട്ട് പോയി. മക്കളൊക്കെ കല്യാണം കഴിച്ചു, പലരും പല സ്ഥലങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോയി, കുടുംബമായി അവർ കഴിയുന്നു. ഈ അപ്പനും അമ്മയും മാത്രം വീട്ടിൽ കഴിയുകയാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. മരണം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും സുഖമായിട്ട് അമ്മയും മക്കളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും, മക്കൾ വരും, അവധിയാവും വരും. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഈ മക്കളെല്ലാവരും തന്നെ ഒരു പ്രാവശ്യം ഒരു അവധിക്ക് ഒത്തുകൂടി. പലപ്പോഴും നമുക്കറിയാം, ചില ആൾക്കാർ യൂറോപ്പിലായിരിക്കും, ചിലപ്പം ഇന്ത്യയുടെ പല ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലായിരിക്കും.